അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻകാല ഉലമാക്കൾ ദിവസവും പതിവാക്കിയിരുന്ന മഹത്തായ ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന. മഹാന്മാരായ വലിയ ആലിമീങ്ങളൊക്കെയും ഇത് സ്ഥിരമായി ചൊല്ലാറുണ്ട്. പകൽ സമയത്തും വൈകുന്നേര സമയത്തും ഇത് ചൊല്ലൽ അവരുടെ പതിവാണ്. എന്താണ് പാപമോചന പ്രാർത്ഥന, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇത്രയും അവരിങ്ങനെ പതിവാക്കാനുള്ളൊരു കാരണം? ദോഷങ്ങൾ പൊറുക്കാൻ ഏറെ കാരണമാണ് ഈ പാപമോചന പ്രാർത്ഥന എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. രാവും പകലും പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ് വിശ്വാസികളെന്ന്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്നവരാണ്, അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് വിശ്വാസികളെന്ന് ഖുർആൻ വിശ്വാസികളുടെ വിശേഷണമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അള്ളാഹുവിനെ ഓർക്കാൻ ഏറ്റവും നല്ലത് ഖുർആൻ പാരായണമാണ്. പിന്നെ ഏറ്റവും നല്ല ഒന്നാണ് പാപമോചന പ്രാർത്ഥന നടത്തുക എന്നത്. പാപമോചന പ്രാർത്ഥനകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ ലീഡർ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണത് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് സൂറത്തുൽ ബഖറയിലെ 51-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറുൽ കബീറിൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒക്കെ ഈ ദിക്റിനെ കുറിച്ച് മഹാത്മ്യം പറഞ്ഞതായി കാണാൻ കഴിയും. രാത്രികളിലും പകലുകളിലും ഈ ദിക്ർ വളരെ കൂടുതൽ ചൊല്ലേണ്ടതുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. നമുക്ക് നോക്കാം ഈ ദിക്ർ ആരാണ് പഠിപ്പിച്ചതെന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചത്. എന്താണത് പറയട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتي علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് സുബഹിക്കും അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും ഓതൽ സുന്നത്താണ്. ഈ ദിക്ർ, ഈ പ്രാർത്ഥന എവിടെ നിന്ന് വന്നതാണ്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദിക്റായി, ഒരു പ്രാർത്ഥനയായി ഇത് മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. എവിടെ? സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ ആശയം? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്. നിനക്കല്ലാതെ ആരാധിക്കാൻ ഒരാളുമില്ല, നീയല്ലാതെ ആരാധിക്കാൻ ആരുമില്ല. നീയാണ് എന്നെ പഠിച്ചത്. ഞാൻ നിൻ്റെ അടിമയാണെന്ന് മാത്രമല്ല, ഞാൻ നിൻ്റെ കീഴിലാണ്, നിൻ്റെ ഉടമസ്ഥൻ്റെ കീഴിലാണ് ഞാനുള്ളത്. എനിക്ക് കഴിയുമ്പോഴൊക്കെ നിന്നെ ആരാധിക്കാൻ ഞാൻ ചെയ്ത വാഗ്ദാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അഊദു ബിക മിൻ ശർരി മാ സനഅതു. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. നീ പടച്ച എല്ലാ കാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഒരുപാട് നിഅമത്തുകൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. നീ എൻ്റെ ദോഷങ്ങൾ പൊറുക്കണം. ഫഗ്ഫിർ ലീ, നീ എൻ്റെ ദോഷങ്ങൾ പൊറുക്കണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നീയല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനില്ല എന്നുള്ള മഹത്തായ ആശയമാണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ദിക്ർ ചൊല്ലുന്നത് വലിയ മഹത്വമാണ്. സുബ്ഹാനല്ലാഹ്, അസ്തമയ സമയത്തും അതുപോലെ തന്നെ പ്രഭാത സമയത്തും ഈ ദിക്ർ വർദ്ധിപ്പിക്കുന്നത് വലിയ പുണ്യമുള്ള ഒന്നാണ്. വലിയ ദോഷങ്ങൾ വരെ പൊറുക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിക്ർ പതിവാക്കൽ വളരെ നല്ലതാണ്. ഇനി മറ്റൊരു ദിക്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹ്, നമ്മളെപ്പോഴും പറയലുണ്ടല്ലോ അല്ലേ, എന്ത്? തസ്ബീഹ് ചൊല്ലൽ. വൈകുന്നേര സമയങ്ങളിലും പകൽ സമയങ്ങളിലും തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ്. ഇതൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ സംഭവം കൂടിയാണ്. എന്താണ് തസ്ബീഹ്? അത് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നതാണ് തസ്ബീഹ്. അതിൽ പ്രത്യേകമായി ചില വാക്യങ്ങൾ, ചില വാചകങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിലും മറ്റും വന്നതായി നമുക്ക് കാണാൻ കഴിയും.
നമുക്ക് ഹദീസിൽ വന്ന ഒരു തസ്ബീഹിനെ കുറിച്ച് പരിചയപ്പെടാം. എന്താണ് ഹദീസിൽ വന്ന തസ്ബീഹ്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് വാക്കുകൾ, ആ രണ്ട് വാക്കുകൾ ചൊല്ലാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല സഖീലത്താനി ഫിൽ മീസാൻ, അത് തുലാസിൽ വളരെ ഭാരമുള്ളതാണ്. ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രാർത്ഥനയുമാണ് ആ രണ്ട് തസ്ബീഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നാണത്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റാണ്, വലിയ മഹത്വമുള്ള ദിക്റാണ്. നാവിന് എളുപ്പമാണ്, അതുപോലെ തന്നെ തുലാസിൽ ഏറ്റവും ഭാരമുള്ളതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ ദിക്റാണ്. ഈ ദിക്ർ ധാരാളമായി ചൊല്ലാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാക്കിരീങ്ങളിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ.